സോളാർ ലാഭകരം ആണോ എന്ന് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീടുകളിൽ പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് 1000 രൂപയ്ക്ക് താഴെ ബില്ല് വരുന്നവർക്ക് ലാഭകരം അല്ല എന്നും മറ്റുള്ളവർക്ക് ലാഭകരം ആണ് എന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നു എല്ലാവർക്കും ലാഭകരം എന്ന്. കൺഫ്യൂഷൻ വരില്ലേ? എന്താ ഈ ലാഭം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. സാമ്പത്തിക ലാഭം മാത്രമാണോ ലാഭം എന്ന് പറയുന്നത്? അല്ല, പല ലാഭമുണ്ട്. ഒരു വീട്ടിൽ സോളാർ വെച്ചാൽ എന്തൊക്കെ ലാഭമാണ്? അത് പാവപ്പെട്ടവർക്കായാലും പണക്കാർക്കായാലും ശരി, എവിടെ നിന്ന് വാങ്ങിച്ചു വെച്ചാലും സോളാർ വീട്ടിൽ വെച്ചാൽ ലാഭമുണ്ട്. എന്തൊക്കെ ലാഭം? ഒന്നാമത്തെ ലാഭം, ഒരു പാവപ്പെട്ടൻ്റെ വീടാണെന്ന് വെച്ചോ, ഒരു 1000 റുപ്യ 500 റുപ്യ ബില്ല് വരുന്നുള്ളൂ എന്ന് വെച്ചോ, ഉദാഹരണം പറയണ, ആ വീട്ടിൽ നിങ്ങളൊരു സോളാറൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? KCBക്ക് ലാഭമുണ്ട്. അഥവാ എങ്ങനെയാണ് KCBക്ക് ലാഭം? നിങ്ങൾ ഉപയോഗിക്കുന്ന കറണ്ട് ഇപ്പോൾ 100 യൂണിറ്റ് ആണെങ്കിൽ അത് 50 യൂണിറ്റായി മാറും. നിങ്ങൾക്ക് എങ്ങനെയാണ് കറണ്ട് തന്നത്? സർക്കാർ തന്നത് ഒരു യൂണിറ്റിന് 3 റുപ്യ അല്ലെങ്കിൽ 5 റുപ്യ ആയിട്ട് അല്ലേ? അത് 8 റുപ്യയുടെ 10 റുപ്യയുടെ കറണ്ടാണ് വരാൻ തരുന്നത്, പകുതി സബ്സിഡിക്ക്. അപ്പം അത് നിങ്ങൾ വാങ്ങാതിരുന്നാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു അവർ സർക്കാരിന് KCBക്ക് ഒരു ലാഭം, അതൊരു വലിയ ലാഭമല്ലേ? നമ്മൾ ഗവൺമെൻറ്റിനെ സഹായിച്ചു, ലാഭം ഉണ്ട്. രണ്ടാമത് വേറെ വലിയൊരു ലാഭം വേറെ ഉണ്ട്. എന്താണ് ആ ലാഭം നേരണ്ടേ? കാർബൺ എമിഷൻ തടയുന്നുണ്ട്. നമ്മൾ ഈ ഉപയോഗിക്കുന്ന കറണ്ടൊക്കെ പെട്രോളിൽ നിന്നും അതുപോലെ ജനറേറ്ററിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതുണ്ട്. അപ്പോൾ അത്രയും കാർബൺ മലിനം പുറത്തേക്ക് തള്ളുന്നത്, അന്തരീക്ഷത്തിലേക്ക് തള്ളുന്നത് നമ്മൾ തടഞ്ഞു. അത്രയും കറണ്ട് നമ്മൾ ഉപയോഗിക്കാതെ സോളാറിൽ നിന്ന് ഉപയോഗപ്പെടുത്തിയപ്പോൾ ലാഭമുണ്ട്. അതോടൊപ്പം ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന സാധനം അധികവും വിദേശത്തു നിന്നാണ് വരുന്നത്. ജനറേറ്റർ വർക്ക് ചെയ്യിക്കാൻ പെട്രോൾ ഉണ്ടാക്കുന്നതൊക്കെ ക്രൂഡ് ഓയിൽ എവിടെ നിന്നാണ് വന്നത്? മറ്റേതോ രാജ്യത്തുള്ള വേസ്റ്റ് മലിനമാണ്, കാർബണാണ്. അത് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്ത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അത് കത്തിക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് ക്രൂഡ് ഓയിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും നമ്മൾ തടഞ്ഞു അല്ലേ? അപ്പോൾ രാജ്യത്തിനെ നമ്മൾ അത് വീണ്ടും അങ്ങനെയൊന്ന് സഹായിച്ചിട്ടുണ്ട്. ആ മലിനവും തടഞ്ഞു. അങ്ങനെ കാർബണും ഇമ്പോർട്ടിങ്ങും നമ്മൾ കൺട്രോൾ ചെയ്തു നമ്മളുടെ സോളാർ വെച്ചതോടുകൂടി. അതൊരു ലാഭമല്ലേ? പിന്നെ ലാഭമുണ്ട്. എന്താണ്? ചൂട് കുറയ്ക്കുന്നുണ്ട്. നമ്മുടെ പരപ്പുറത്ത് നല്ല ചൂടുണ്ടാകും. സോളാർ അങ്ങ് വെച്ചാൽ ആ ചൂടിനെയാണ് നമ്മൾ വൈദ്യുതിയാക്കി മാറ്റുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ വലിയൊരു ലാഭമില്ലേ? വീട്ടിൻ്റെ ഉള്ളിൽ ചെറിയൊരു ചൂട് കുറയും. പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, പല ഭാഗത്തും വലിയ സോളാർ പാടങ്ങൾ സ്ഥാപിച്ചിട്ട് അവിടുത്തെ അന്തരീക്ഷ താപനില 1 ഡിഗ്രി താഴ്ത്താൻ പറ്റി എന്നൊക്കെ. എന്ന് വെച്ചാൽ ചൂട് കുറയ്ക്കാൻ സോളാർ പാനലിനെ കൊണ്ട് പറ്റും. ആ ചൂടിനെയൊക്കെ വൈദ്യുതിയാക്കി മാറ്റുന്നുണ്ട് എന്നർത്ഥം. അവിടെയും ലാഭം കിട്ടി നമുക്ക്. പിന്നെ എന്താണ്? നമ്മൾ വൈദ്യുതിയുടെ ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ ഡാമിൽ ഇനിയിപ്പോൾ വെള്ളച്ചാട്ടത്തിൽ നിന്നും ഡാമിൽ നിന്നുമാണ് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്കിൽ അവിടെ വെള്ളം ചാടുന്നത് കുറച്ച് കുറഞ്ഞു. നമ്മളുടെ ഉപയോഗം കുറഞ്ഞപ്പം വെള്ളത്തിൻ്റെ ഒഴുക്കും നിയന്ത്രിച്ചു. നമ്മൾ വെള്ളത്തെ സംരക്ഷിച്ചു. ഒഴുകിപ്പോകുന്ന കടലിലേക്ക് ഒഴുകിപ്പോകുന്ന വെള്ളം നമ്മളുടെ ഉപയോഗം കുറച്ചതുകൊണ്ട്, വൈദ്യുതി ഉപയോഗം കുറച്ചതുകൊണ്ട് അവിടെ വെള്ളത്തെ നമ്മൾ കെട്ടി നിർത്താൻ സഹായിച്ചു. അതൊരു ലാഭമല്ലേ? അങ്ങനെ ഒരുപാട് ലാഭമുണ്ട് ഈ സോളാർ സിസ്റ്റം വച്ചാൽ. വെറും സാമ്പത്തിക ലാഭം മാത്രം ചിന്തിക്കുന്നവർക്ക് അത് ശരിയാവില്ല. അല്ലാത്തവർക്കും കൂടിയാണ് ഈ ലാഭം. ഇതൊക്കെ അടുത്ത തലമുറക്ക് കുട്ടികൾ കൂടി പറഞ്ഞു കൊടുക്കണം. അതാണ് നമുക്ക് ഈ ഭൂമിയോട് അടുത്ത തലമുറക്ക് കൊടുക്കുന്ന കുറേ മെസ്സേജുകളും സമ്പാദ്യവും ഒരു പക്ഷേ ഈ ലാഭങ്ങളായിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ നിങ്ങളുടെ വീട്ടിലൊരു ബാറ്ററിയും ഇൻവെർട്ടറുമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിനെ സോളാറാക്കുന്നത് തീർച്ചയായിട്ടും ലാഭകരം തന്നെയാണ്. അതിൽ ഒരു സംശയ കാര്യത്തിലില്ല. അത് എത്ര പാവപ്പെട്ടവൻ്റെ വീടായാലും ശരി, പണക്കാരൻ്റെ വീടായാലും ശരി, നിങ്ങളുടെ ഉപയോഗം എത്ര വലുതായാലും ശരി, ചെറുതായാലും ശരി, വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടോ, ബാറ്ററി ഉണ്ടോ, നിങ്ങളുടെ വൈദ്യുതി ഉപയോഗം കുറച്ച് കൂടുതൽ തന്നെയാണ്. കാരണം ആ ഇൻവെർട്ടറും ബാറ്ററിയും കുറേ കറണ്ട് വെറുതെ തിന്നുന്നുണ്ട്, ഉറപ്പല്ല, കറണ്ട് ബില്ലും കൂടുന്നുണ്ട്. അത് പരിഹരിക്കാൻ അതിനെ സോളാറാക്കിയാൽ തീർച്ചയായിട്ടും കറണ്ട് ബില്ല് കൂടുന്നതോടൊപ്പം ഈ കണ്ട ലാഭങ്ങളൊക്കെ, കറണ്ട് ബില്ല് കുറയുന്നതോടൊപ്പം ഈ കണ്ട ലാഭങ്ങളൊക്കെ കിട്ടുന്നതോടൊപ്പം സാമ്പത്തിക ലാഭമുണ്ട്. ഒരു ലാഭം കൂടി ഉണ്ട്. കാരണം ബാറ്ററി ഇൻവെർട്ടറും വെച്ച് നമ്മുടെ വീട്ടിലിങ്ങനെ പകൽ നേരമൊക്കെ ആ കറണ്ട് ലൈനായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ അത്യാവശ്യം വാഷിംഗ് മെഷീനോ പിന്നെ മറ്റുള്ള ചെറിയ ചെറിയ ലോഡുകളൊക്കെ ആ ഇൻവെർട്ടറും ബാറ്ററിയിലും ലോഡ് ചെയ്ത് മാക്സിമം അങ്ങോട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഇൻവെർട്ടറിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾക്ക് ലൈഫ് കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കറണ്ട് ലൈൻ ഒഴിവാക്കിയിട്ടോ. കറണ്ട് ലൈൻ കേട്ടിട്ടുണ്ടല്ല, എൻ്റെ അനുഭവം കൂടിയാണ്. ഇൻപുട്ടിൽ നേരെ കറണ്ടാണ് ഒഴിവാക്കുക. ബാറ്ററി ഇൻവെർട്ടറും സോളാർ വെച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഓഫ് ലൈൻ സിസ്റ്റത്തിൽ വീട്ടിൻ്റെ ലോഡ് ചെയ്യുക. അത്യാവശ്യം എല്ലാ സാധനവും അങ്ങനെ വർക്ക് ചെയ്താൽ വോൾട്ട് കൂടില്ല, വോൾട്ട് കുറയില്ല, കറണ്ട് പോകില്ല, കറണ്ട് വരില്ല, കറണ്ട് ബില്ല് വരില്ല. ലാഭം എത്ര പോരെയാണ്? വോൾട്ട് കൂടില്ല, സാധനങ്ങൾ നശിച്ചു പോകില്ല. നമ്മുടെ ഉപകരണങ്ങൾക്കും LED-കൾക്കും മറ്റുള്ള ഫാനുകൾക്കൊക്കെ നല്ല ലൈഫായിരിക്കും. വലിയൊരു ലാഭമാണ്. പിന്നെ വോൾട്ടേജിൻ്റെ ഏറ്റക്കുറച്ചിൽ കാരണം കേടാകില്ല. പിന്നെ അതേപോലെ വോൾട്ടേജ് എത്ര കുറഞ്ഞാലും ഫാനിൻ്റെ സ്പീഡ് കുറയില്ല. കാരണം അങ്ങനെയാണല്ലോ.
അങ്ങനെ ഒരുപാട് ലാഭങ്ങൾ അങ്ങനെയും ഉണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സോളാർ ലാഭകരമാണ് എന്നും കൂടി ഈ വീഡിയോയിലൂടെ, അടുത്തൊരു വീഡിയോയിലൂടെ എങ്ങനെയാണ് ബാറ്ററി ഇൻവെർട്ടറും വഴി നമുക്ക് ഇത്രയൊക്കെ ഒരു ഓഫ് ഗ്രിഡ്, ഒരു ഓഫ്ലൈൻ സിസ്റ്റത്തിലൂടെ കറണ്ട് ലാഭിക്കുക എന്നുള്ളൊരു അടുത്തൊരു വീഡിയോയിലൂടെ സോളാർ ലാഭകരമാണ് എന്ന വീഡിയോ തുടരുന്നു. ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണ്.